പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗപരിത കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി ഡിസിഷൻസ് നാം എടുക്കാറുണ്ട്. എന്നാൽ എല്ലാ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻസും നമ്മുടെ കൺട്രോളിനകത്ത് തന്നെ നിൽക്കുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ സംഗതികൾ എങ്ങനെയാണ് മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ പോകേണ്ടതെന്ന് നാം ചിലരുടെ അഭിപ്രായം കൂടെ കേൾക്കേണ്ടി വരും, ചിലരുടെ ചോയ്സിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. എന്നാൽ അതിനെല്ലാം എതിർപ്പ് കാണിച്ച് നാം അവസ്ഥകൾക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരായി തീരരുത് ദൈവമക്കളെ. കർത്താവ് നമ്മെ കരുതുവാനും കാണുവാനുമുണ്ടല്ലോ. ഇന്നത്തെ അല്പം നേരത്തെ ചിന്തിക്കായിട്ട് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, 1 John chapter 3 verse 1. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. നമ്മുടെ കാലടികൾ എപ്പോഴും ദൈവീയ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കണം. നമ്മളുടെ നടപ്പ് അവൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായിരിക്കണം. ദൈവത്തിൻ്റെ പ്ലാനിനോട് നാം അനുകൂലപ്പെടുന്നവരായിരിക്കണം. യെരമ്യാ പ്രവചനത്തിൽ 29-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ടല്ല, അതൊക്കെ നന്മയ്ക്കായിട്ടാണ്. എങ്ങനെയായിരുന്നാലും ഈ നല്ല പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ നാം അവനെ വിളിച്ചപേക്ഷിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അവനെ അപ്പോൾ കണ്ടെത്താൻ പറ്റും. നാം കടന്നു പോകുന്ന സീസൺസ് ഒന്നും ദൈവം അറിയാതെയല്ല, ദൈവം സർപ്രൈസ്ഡുമല്ല. അതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് കർത്താവിന് അറിയാതെയും ഇരിക്കുന്നില്ല. നമ്മുടെ ദൈവം ആക്റ്റീവാണ്, അവൻ്റെ കരം ചലിക്കുന്നതാണ്. പിതാവാം ദൈവം പുത്രനിൽ കൂടി മുടക്കിയ വില ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നല്ലവണ്ണം അറിയാം. നാം ഏതിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് ദൈവം നല്ലവണ്ണം അറിയുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചേഞ്ചസിനെ നാം സ്വീകരിക്കാതെ ഇരുന്നാൽ, നാം വെൽക്കം ചെയ്യാതെ ഇരുന്നാൽ, മനസ്സിലാകട്ടെ, ചില പുതിയ നോർമൽസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം ഡിസോറിയൻറ്റഡ് ആയിട്ട് ആയിപ്പോവും. നാം അത് പലതും കണ്ട് അതിശയിച്ചു പോവും. എന്നാൽ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പുതിയ കാര്യങ്ങൾ അത് നോർമലായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ന്യൂ നോർമൽ എന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ന്യൂ നോർമലായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഒരു യുണീക്കായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മറ്റാർക്കും കിട്ടാത്തൊരവസരമാണെന്ന് ദൈവത്തിലെ ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയുമോ? മനുഷ്യർക്കെല്ലാവർക്കും പലവിധമായ കാഴ്ചപ്പാടുകളാണ്. പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ ഓരോരുത്തരും അതിനെ ഫേസ് ചെയ്യുന്നത് പല വിധത്തിലാണ്. ഞാൻ പറയട്ടെ, റിജക്ഷൻ ജീവിതത്തിൽ വരുമ്പോൾ അത് ഒരു ഡിവൈൻ റീപൊസിഷനിങ് ആണെന്ന് കാണാനൊന്ന് പറ്റുമോ? എനിവേ, ഒരു കാര്യം ഓർക്കണം, സ്വർഗീയ പിതാവിന് ഈ സീസണിലും കുഞ്ഞെ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല പ്ലാനുണ്ട്, ഒരു പുതിയ പ്ലാനുണ്ട്. അത് നിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള പ്ലാന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായിട്ട് ഒന്നും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ അവനോട് പറവാനും അവനെ വിളിച്ചപേക്ഷിക്കാനും ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ കാണണം. 2 ശമൂവേൽ 22-ന്റെ 17 ഇങ്ങനെ പറയുന്നു, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. നമ്മെ പിടിക്കുകയും നമ്മെ വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. 2 ശമൂവേൽ 22-ാം അധ്യായത്തിൻ്റെ 20 ഇങ്ങനെ പറയുന്നു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നുകൊണ്ട് എന്നെ വിടുവിച്ചു. ദൈവമക്കളെ പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവം നമ്മെ വിടുവിക്കും.
ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾ പറയുമായിരിക്കും നിങ്ങളുടെ കഥ ഡിഫറൻറ്റാണ്. പക്ഷെ നമ്മുടെ ദൈവം സെയിം ഗോഡാണ്. പഴയ നിയമകാലത്തിലും പുതിയ നിയമകാലത്തിലും എല്ലാം പ്രവർത്തിച്ച ആ യേശു കർത്താവ് തന്നെയാണ് ഈ കൃപായുഗത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ന്യൂ നോർമൽ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നാം ഒന്നുകൂടി അവനോട് അടുക്കേണ്ടതിന് വേണ്ടി അവൻ ഉപയോഗിക്കും. അവൻ നമ്മെ തന്നോട് അടുപ്പിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ വളരെ ഡിഫറൻ്റായിട്ടുള്ള വഴിയിലൂടെ കൊണ്ടുപോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം, ചലിക്കുന്ന കരം നമ്മെ സപ്പോർട്ട് ചെയ്യുകയും നമ്മെ ഗൈഡ് ചെയ്യുകയും ആഴത്തിൽ അവൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കാമെങ്കിൽ, ഹൃദയപൂർവ്വം വിശ്വസിക്കാമെങ്കിൽ, ഏറ്റെടുക്കാമെങ്കിൽ ഓർക്കണേ, ദൈവം നിൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ദൈവം ഏതിൽ നിന്ന് നിന്നെ വിടുവിക്കണം, ഏതിൽ നിന്ന് നിന്നെ റെസ്ക്യൂ ചെയ്യണം, അത് കർത്താവിന് നല്ലവണ്ണം അറിയാം. കർത്താവ് അത് ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട മനസ്സോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാകുന്നു. സങ്കീർത്തനം 13:5 ഇങ്ങനെ പറയുന്നു: ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. ദൈവം രക്ഷിക്കുമെന്നേ. ഒന്ന് ആശ്രയിക്കാൻ പറ്റുമോ അവൻ്റെ കരുണയിൽ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ അവസ്ഥ അവൻ കൊണ്ടുവന്ന് തരും. നാം കടന്നു പോയിട്ടുള്ള ചില അനുഭവങ്ങൾ, നാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില സംഗതികൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിഞ്ഞിട്ട് നാം അതേപ്പറ്റി ചിലതൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മെ കേൾക്കുന്നവരും നമ്മുടെ അനുഭവത്തിൽ നിന്ന് ചിലത് പഠിച്ചെടുക്കുന്നതുമായിട്ടുള്ളവർക്ക് ആഴത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനാണ്. ദൈവപതിലെ ഒരു കാര്യം ഓർത്തോണം, നിൻ്റെ വേദനയൊന്നും അർത്ഥശൂന്യമല്ല, അതിനൊക്കെ ഒരർത്ഥമുണ്ട്. ദൈവം ചില നല്ല കാര്യങ്ങൾ നിനക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ തൻ്റെ ഹീലിംഗ് വർക്ക് നിൻ്റെ ജീവിതത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ചില വ്യക്തികളെ അവൻ നിൻ്റെ ജീവിതപാതയിലേക്ക് കൊണ്ടുവരും. നീ മൂലം അവർ ദൈവത്തെ അറിയുവാനും അവരും കൂടെ നിത്യത പ്രാപിപ്പാനും ചില അനുഭവങ്ങൾ കൂടെ ദൈവത്തെ ഒന്നുകൂടെ രുചിച്ചറിയുവാനും അങ്ങനെ സത്യത്തിൽ ദൈവത്തെ സേവിക്കാനുമായിട്ടൊക്കെ ഇടയാകേണ്ടതിനാണിത് എന്ന് മനസ്സിലാക്കണം. ദറ്റ് ഈസ് വാട്ട് റിഡംഷൻ ഈസ്. ദൈവം അനേക ഭംഗിയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബ്രോക്കൺ ആൻഡ് ജാഗ്ഡ് പീസസിൽ നിന്നാണ്. പ്രൈസ് ഗോഡ്. യെശയ്യാവ് 43:19 ഇങ്ങനെ പറയുന്നു. ഐസായ 43:19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. യെസ്, നമ്മുടെ ദൈവം പുതിയത് ചിലത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പ്രൈസ് ഗോഡ്. ഹീ ഈസ് ഡൂയിങ് എ ന്യൂ തിങ്സ്. He is doing a new thing. He is making a way through. He is bringing life to the places that have dried up. അതതിൻ്റെ അർത്ഥം. മരുഭൂമിയായി കിടന്നിടത്ത്, ഉണങ്ങിപ്പോയിടത്ത്, വരണ്ടയിടത്ത് ദൈവം ചിലത് പുതിയത് ചെയ്യും. കൊലോസ് ലേഖനം 1:13 ഇങ്ങനെ പറയുന്നു: നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. പറ്റുമോ? അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് വേണ്ടി പുതിയത് ചെയ്യുന്ന കർത്താവ് എന്താ പറയുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ റിജക്ഷൻസും എല്ലാ ബിട്രയിലും അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ
അതിൽ നിന്ന് നിനക്കൊരു രക്ഷ കിട്ടേണ്ടതിന് വേണ്ടി വില മുടക്കിയത് യേശു കർത്താവാണ്. അവൻ നിന്നെ തന്നോട് ചേർത്ത് പിടിക്കും. അതുകൊണ്ട് ഹൃദയവേദനയും തലവേദനയുമെല്ലാം നിൻ്റെ സ്ട്രഗിൾസ് മൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് റിജക്ഷനും ബിട്രയലും എല്ലാം കൂടെ പാഞ്ഞിറങ്ങുമ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം, വി ബിഗിൻ ടു ബിലീവ് ദ മെസ്സേജസ് ഹാൻഡഡ് ടു അസ്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ആ മെസ്സേജ് എന്തുവാന്ന് വെച്ചാൽ ദൈവവുമായിട്ട് ഡിസഗ്രി ചെയ്തു പോകാനല്ല. ക്രൂശിൽ അവൻ തൻ്റെ മകനെ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ആ വിവരം നാം അറിയുന്നുവെങ്കിൽ നമ്മുടെ പാസ്റ്റും നമ്മുടെ പ്രസൻറ്റും നമ്മുടെ ഫ്യൂച്ചറും സ്വർഗത്തിലെ ദൈവം നല്ലവണ്ണം അറിയുന്നുണ്ട്. The death and resurrection of Jesus are enough to remind us that we are wanted. നമുക്കൊരു വിലയുണ്ട് കേട്ടോ. അനേക റിഡംഷൻ സ്റ്റോറീസ് നാം തിരുവചനത്തിൽ കാണുന്നു. പവർഫുൾ സ്റ്റോറീസ്. ശമരിയാക്കാരിയെ നമുക്കറിയാം അല്ലേ? മഗ്ദലക്കാരത്തി മറിയെ നമുക്കറിയാം. രക്തസ്രാവക്കാരി സ്ത്രീയെ നമുക്കറിയാം. നമ്മുടെ ബ്രോക്കൺനെസ് ദൈവത്തെ അൺകംഫർട്ടബിൾ ആക്കത്തില്ല. ദൈവത്തിന് നമ്മിലുള്ള പേർപ്പസ് ആ പെയിനിൽ കൂടി മനസ്സിലാക്കിയെടുത്ത് അതിലേക്ക് നമ്മെ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നാം മനസ്സിലാക്കും. ഗോഡ് റീപർപ്പസസ് ബ്രോക്കൺ തിങ്സ് ഓൾ ദ ടൈം. അങ്ങനെ അവൻ നമ്മെ വിടുവിക്കും. അവൻ്റെ സ്നേഹം വലിയത് തന്നെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ കൃപയുടെ ബഹുത്വം മനസ്സിലാക്കി നിൻ്റെ ആ റിഡംപ്റ്റീവ് വർക്ക് അതിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. രക്ഷിക്കുന്ന വീരനായി നീ ഞങ്ങളോടുകൂടിയുള്ളതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.